രാവിലെ ദ്വാരക റെയിൽവേ സ്റ്റേഷനിൽ വന്ന ശേഷം യാത്ര തുടങ്ങി. ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വാരക ഹൈന്ദവ വിശ്വാസികളായ ഭക്തർക്ക് ലോകമെമ്പാടുമുള്ള ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. പുരാണങ്ങളനുസരിച്ച് ശ്രീകൃഷ്ണൻ മധുരയിൽ നിന്നെത്തി തന്റെ രാജ്യം സ്ഥാപിച്ച നഗരമാണിത്. ദ്വാർ, ക എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ദ്വാരക എന്ന പേര് വന്നത്. സ്വർഗത്തിലേക്കുള്ള കവാടം എന്നാണിത് അർത്ഥമാക്കുന്നത്. ഇതാണ് ദ്വാരകാധീശ് ക്ഷേത്രം. ഇതിന്റെ അകത്തേക്ക് ഫോണും മറ്റ് വസ്തുക്കളും കയറ്റില്ല. ദ്വാരകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. 2500 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ശ്രീകൃഷ്ണന്റെ പ്രപൗത്രനായ വജ്രനാഭനാണ് നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. ചാലൂക്യ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ 5 നിലകളിലായി 72 തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് 43 മീറ്റർ ഉയരമുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഏറ്റവും കൗതുകകരമായ കാര്യമെന്തെന്നാൽ ഇന്നത്തെ ദ്വാരകയ്ക്ക് താഴെ കടലിനടിയിൽ പുരാതനമായ ഒരു നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി നടത്തിയ പഠനങ്ങളിൽ ഇത് പുരാണങ്ങളിൽ പറയുന്ന കടലിൽ മുങ്ങിപ്പോയ ദ്വാരക ആണെന്ന വാദത്തിന് ബലം നൽകുന്നു. പുരാണങ്ങൾ അനുസരിച്ച് മധുരയിലെ തുടർച്ചയായ ആക്രമണങ്ങളിൽ നിന്ന് തന്റെ ജനങ്ങളെ രക്ഷിക്കാനാണ് ശ്രീകൃഷ്ണൻ ദ്വാരക എന്ന നഗരം നിർമ്മിച്ചത്. സമുദ്രദേവനിൽ നിന്ന് വാങ്ങിയ 12 യോജന ഭൂമിയിൽ ദേവശില്പിയായ വിശ്വകർമാവാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ സ്വർണ്ണനഗരി നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വർണം, വെള്ളി, രത്നങ്ങൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങളും ഗോപുരങ്ങളും ദ്വാരകയിലുണ്ടായിരുന്നു. ഗാന്ധാരിയുടെ ശാപം മൂലവും യാദവർക്കിടയിലെ ആഭ്യന്തര കലഹം മൂലവും കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക നശിപ്പിക്കപ്പെടുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. കൃഷ്ണൻ ദേഹം വെടിഞ്ഞ് 7-ാം ദിവസം സമുദ്രം പ്രക്ഷുബ്ധമാവുകയും ദ്വാരക നഗരത്തെ മുഴുവൻ കടൽ വിഴുങ്ങുകയും ചെയ്തു എന്നാണ് മഹാഭാരതത്തിൽ വിവരിക്കുന്നത്. അർജുനൻ നോക്കി നിൽക്കെയാണ് നഗരം കടലിൽ അപ്രത്യക്ഷമായത്. വർഷങ്ങളോളം ഇതൊരു വെറും കഥയാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ നടന്ന പര്യവേഷണങ്ങൾ ഈ വിശ്വാസത്തെ മാറ്റിമറിച്ചു. 1980കളിൽ പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ ഡോക്ടർ SR റാവുവിന്റെ നേതൃത്വത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി ദ്വാരക തീരത്ത് കടലിനടിയിൽ നടത്തിയ പര്യവേഷണത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചു. കടലിനടിയിൽ 20 മുതൽ 40 മീറ്റർ വരെ താഴ്ചയിൽ കൂറ്റൻ മതിലുകൾ, കല്ലിൽ തീർത്ത നങ്കൂരങ്ങൾ, വീഥികൾ, ശില്പങ്ങൾ എന്നിവ കണ്ടെത്തി. അവിടെ നിന്ന് കണ്ടെടുത്ത വസ്തുക്കൾക്ക് BC 1500 മുതൽ 3000 വരെ പഴക്കമുണ്ടാകാം എന്ന് കരുതപ്പെടുന്നു. ഇത് മഹാഭാരത കാലഘട്ടവുമായി ഒത്തുപോകുന്നതാണ്. ഇങ്ങനെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഐതിഹ്യമായി മാറിയ പലതും ഒരു കാലത്ത് ഇവിടെ നിലനിന്നിരുന്നതാണെന്ന് വ്യക്തമാവുന്നു. പ്രധാന ക്ഷേത്രത്തിന് സമീപമായി കാണുന്ന മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ് തുടർന്നു പോയത്. ദ്വാരകാധീശ് ക്ഷേത്രത്തിന്റെ അത്രയും വലുതല്ലെങ്കിലും ആത്മീയപരമായും ഐതിഹ്യപരമായും വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് രുക്മിണി ദേവി ക്ഷേത്രം. നഗരത്തിന്റെ പ്രാന്തപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രുക്മിണി ദേവിയുടെ ക്ഷേത്രം ഭർത്താവായ ശ്രീകൃഷ്ണന്റെ ദ്വാരകാധീശ് ക്ഷേത്രത്തിൽ നിന്ന് അകന്ന് സ്ഥിതി ചെയ്യുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും ചേർന്ന് ദുർവാസാവ് മഹർഷിയെ തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് അത്താഴത്തിന് ക്ഷണിക്കാൻ പോവുകയായിരുന്നു. മഹർഷിയുടെ ആവശ്യപ്രകാരം അവർ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തിന്റെ രഥം വലിച്ചു. യാത്രക്കിടയിൽ രുക്മിണി ദേവിക്ക് അതിയായ ദാഹം തോന്നി. കൃഷ്ണൻ തന്റെ കാൽവിരൽ കൊണ്ട് നിലത്തമർത്തി ഒരു നീരുറവ ഉണ്ടാക്കി. ഗംഗാനദി പ്രത്യക്ഷപ്പെട്ടു എന്നും പറയപ്പെടുന്നു. ദാഹം സഹിക്കാനാവാതെ രുക്മിണി ദേവി ആ വെള്ളം കുടിച്ചു. എന്നാൽ കോപിഷ്ഠനും എടുത്തുചാട്ടക്കാരനുമായ
ദുർവാസാവ് മഹർഷിക്ക് ആദ്യം കുടിക്കാൻ നൽകാൻ മറന്നുപോയി. തന്നെ അവഗണിച്ചുവെന്ന് കരുതിയ മഹർഷി ദേഷ്യപ്പെട്ട്, നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിട്ടും ഒരുമിച്ച് താമസിക്കാതെ നിത്യവും വേർപിരിഞ്ഞ് കഴിയേണ്ടി വരും എന്ന് ശപിച്ചു. ഈ ശാപം കാരണമാണ് രുക്മിണി ദേവിയുടെ ക്ഷേത്രം കൃഷ്ണന്റെ പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് 2500 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും നിലവിലുള്ള ഘടന 12ാം നൂറ്റാണ്ടിലോ 19ാം നൂറ്റാണ്ടിലോ പുനർനിർമ്മിച്ചതാണ്. ദ്വാരകാധീശ് ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം രുക്മിണി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ മാത്രമേ ദ്വാരകയാത്ര പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് വിശ്വാസം. കൃഷ്ണനും സുദാമാവും തമ്മിലുള്ള നിസ്വാർത്ഥമായ സൗഹൃദത്തെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഈ പാലത്തിന് സുദാമ സേതു എന്ന പേര് നൽകിയത്. ഭക്തർക്ക് ദ്വാരകാധീശ് ക്ഷേത്രത്തിന്റെ ഭൂപ്രദേശത്തുനിന്ന് പഞ്ചനദ തീർത്ഥം സ്ഥിതി ചെയ്യുന്ന ദ്വീപിലേക്ക് ഗോമതി നദിക്ക് കുറുകെ സുരക്ഷിതമായി നടന്നു പോകാൻ വേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചത്. ദ്വാരകാധീശ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സവിശേഷത ഗോപുരത്തിന് മുകളിൽ പറക്കുന്ന ഭീമാകാരമായ കൊടിയാണ്. ഈ കൊടിക്ക് 52 വാര നീളമുണ്ട്. ഇത് ദ്വാരക ഭരിച്ചിരുന്ന 52 യാദവ വംശങ്ങളെ സൂചിപ്പിക്കുന്നു. ദിവസേന 5 തവണ ഈ കൊടി മാറ്റാറുണ്ട്. ഇത് വലിയൊരു ആചാരമായിട്ടാണ് നടക്കുന്നത്. കാറ്റ് ഏത് ദിശയിലേക്ക് വീശിയാലും ഈ കൊടി എപ്പോഴും പടിഞ്ഞാറ് ദിശയിലേക്ക് മാത്രമേ പറക്കൂ എന്നത് ഭക്തർക്കിടയിലെ ഒരു വലിയ അത്ഭുതമാണ്. തിളങ്ങുന്ന കറുത്ത ശിലയിൽ തീർത്ത കൃഷ്ണരൂപമാണ് പ്രധാന പ്രതിഷ്ഠ. 4 കൈകളോടുകൂടിയ വിഷ്ണു രൂപത്തിലാണ് പ്രതിഷ്ഠയുള്ളത്. ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച ഇന്ത്യയിലെ 4 പ്രധാന മഠങ്ങളിലൊന്നായ ശാരദാമഠം ഇവിടെയാണ്. അതിനാൽ ഇത് ചതുർധാമുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു.